പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണിയുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം. ആശുപത്രിയിൽ നിന്ന് മതിയായ ചികിത്സ കിട്ടിയില്ല എന്നാണ് പരാതി. തൃത്താലം മേഴത്തൂർ സ്വദേശിനി നൌഷിജയാണ് മരിച്ചത്. ഫെബ്രുവരി 16-നാണ് 9 മാസം ഗർഭിണിയായ നൌഷിജയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 20-ന് രാവിലെ ശ്വാസതടസ്സവും ബ്ലീഡിംഗും ഉണ്ടായതിനെ തുടർന്ന് വാണിയംകുളം PK ദാസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സഹോദരന്റെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുക്കുകയും ചെയ്തു. പുലർച്ചെ 6 മണിക്ക് കൊണ്ടിട്ട് ഗ്ലൂക്കോസ് കയറ്റിയിട്ട് ഒരു 8-9 മണിയാറ് ഒരു കുഴപ്പമില്ല. എണിച്ച് പുറത്ത് വന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന ഒരു 10-10:15 ആ സമയത്ത് പെട്ടെന്ന് എല്ലാ ഡോക്ടറും ഓടി വന്ന് ഡോർ കംപ്ലീറ്റ് അടച്ച്. എല്ലാവരും കൂടിയിട്ട് ഒച്ചയും കോളി ഇട്ടപ്പോൾ എനിക്ക് പേടിയായി. എന്താണ് ചോദിക്കത്തുള്ളൂ, ആംബുലൻസിൽ കയറ്റിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ അവിടെ തന്നെ ആദ്യം മരിച്ചു. പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റൽ പരാതി അളിയന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ ഗർഭിണിയോടെ കിടക്കുന്ന ഒന്ന് നോക്കണ്ടേ, അല്ല അങ്ങനെ സംഭവമായി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് വിളിച്ച് പറയണ്ടേ. ഒന്നും പറയാതെ ഒരു ലാസ്റ്റ് ടൈമിൽ ഒന്നും ചോദിക്കാതെ ആംബുലൻസിൽ കയറ്റിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെയും കുറേ എന്തൊക്കെയോ ചെയ്ത് സംഭവം പോയിക്കുന്നു. ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. ഇക്ബാൽ, ഏറെക്കുറെ പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടി മരിച്ചു പോകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തെ സാഹചര്യമാണ്. എന്തുകൊണ്ടാണ്? മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നോ ഈ പെൺകുട്ടിക്ക്? മാധു, 6 ദിവസങ്ങൾക്ക് മുമ്പാണ് തൃത്താല മേഴത്തൂർ സ്വദേശിയായിട്ടുള്ള നൌഷിജയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പ്രസവത്തിന് വേണ്ടി എത്തിച്ചതാണ്. 9 മാസം ഗർഭിണിയായിരുന്നു നൌഷിജ. ഇന്നലെ രാവിലോടുകൂടിയാണ് നൌഷിജയ്ക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ എത്തി ചികിത്സ നൽകി തുടങ്ങുന്നു. 9 മണിയാകുമ്പോഴേക്കും ഇവിടെ അവസ്ഥ വളരെ മോശം രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പെട്ടെന്ന് തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളും നടക്കുന്നു. പക്ഷേ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിൽ നൌഷിജ മരിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പിന്നീട് ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. പെട്ടെന്ന് തന്നെ മൃതദേഹം പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തു. ഈ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മതിയായ ചികിത്സ ലഭിച്ചില്ല യുവതിക്ക് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുകൊണ്ടാണ് നൌഷിജയുടെ മരണം സംഭവിച്ചെന്നും കുടുംബം പറയുന്നു. പക്ഷേ ഡോക്ടർമാർ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് നൌഷിജയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായി, ഇതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് ലഭിക്കണം. അതിനുശേഷം പിന്നീട് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നൌഷിജയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുള്ള തൃത്താല പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. 9 മാസം ഗർഭിണിയായിരുന്ന പെൺകുട്ടിയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ശ്വാസതടസ്സവും ബ്ലീഡിംഗും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് PK ദാസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സാഹചര്യം. സഹോദരന്റെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്.